നമസ്കാരം. ഇന്ന് ഏകാദശിയാണ്. കൂടാതെ ഇന്ന് ഉത്രാടവുമാകുന്നു. അതിനാൽ അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു ദിവസമാണ് എന്ന് നിസ്സംശയം പറയാം. അതിനാൽ തന്നെ ഇന്നത്തെ ദിവസത്തിന് വളരെയധികം പ്രാധാന്യം നാം ഏവരും നൽകേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇന്നേ ദിവസം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ കാര്യം ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക എന്ന കാര്യമാണ്. എന്നാൽ നെയ്വിളക്ക് തെളിയിച്ച് ഇന്ന് ഭഗവാന്റെ നാമങ്ങൾ തെളിയിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. എന്നാൽ ഇന്നേ ദിവസം ഭഗവാനുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ ഭഗവാന്റെ 2 ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഭഗവാനെ ഒരു നിമിഷം മനസ്സിൽ ധ്യാനിച്ച് ഈ തന്നിരിക്കുന്ന 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഭഗവാന്റെ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഭഗവാന്റെ ആദ്യത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. കൃത്യമായ മുന്നേറ്റം നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യം ഓർക്കുക. ജീവിതത്തിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. ഭഗവാന്റെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയസാധ്യത വർദ്ധിക്കും എന്ന പ്രധാനപ്പെട്ട കാര്യം ഓർക്കുക. പോസിറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും പോസിറ്റീവായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ കൂടി കടന്നു വരും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആ തടസ്സങ്ങളാൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അത്തരത്തിലുള്ള പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ തടസ്സങ്ങൾ വഴിമാറി പോകുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ആഗ്രഹിച്ചതുപോലുള്ള ഒരു ജീവിതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴും ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അശ്രദ്ധ ഉണ്ടായിട്ടുണ്ട്. തന്മൂലം നഷ്ടങ്ങൾക്കോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥയോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതാകുന്നു. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാറ്റം സംഭവിക്കാം. ശ്രദ്ധ ജീവിതത്തിൽ വർദ്ധിക്കും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും നല്ല സമയം ആകണം എന്നില്ല. മോശം സമയവും കടന്ന് വരുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ മോശകരമായ സമയമാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ദോഷകരമായ സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പലരും നിങ്ങളെ എഴുതിത്തള്ളി എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന രീതിയിൽ അവർ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ സാധിക്കും. അത് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ടു പോകുവാൻ സാധിക്കുകയും ചെയ്യും. പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ വിജയങ്ങൾ നേടിയെടുക്കുവാനും തന്മൂലം സാധിക്കും. അതിമോഹം നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരം ചിന്തകൾ മനസ്സിലേക്ക് വരുന്നതാകുന്നു. പലപ്പോഴും നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതുമാണ്. നിങ്ങൾ അറിയേണ്ടതായ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ്. ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കണം എന്നില്ല. എന്നാൽ നിങ്ങൾക്കും അത്തരത്തിൽ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങളാണ് നേടിയെടുക്കുവാൻ സാധിക്കുക. എന്നാൽ ആ കാര്യങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുമാകുന്നു. മുന്നേറ്റത്തിന്റെ നാളുകൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രതികാരം തോന്നുന്ന സമയം, പല വ്യക്തികളോടും അത്തരത്തിൽ മനസ്സിൽ ദേഷ്യമോ അത്തരത്തിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്ന് വരുന്നതായ സമയം. എന്നാൽ ഇത്തരത്തിലുള്ള മനോഭാവം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാകുന്നു.
നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ വളരെയധികം വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നവരാകുന്നു. ജീവിതത്തിൽ മുന്നേറ്റം നേടുവാൻ സാധിക്കുന്നവരാണ്. എന്നാൽ പ്രതികാര മനോഭാവം വച്ച് പുലർത്തിയാൽ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും അകന്നു പോകും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ശ്രദ്ധ നിലനിർത്തുവാൻ സാധിക്കുകയാണ് എങ്കിൽ വിജയം തുടരുവാനോ വിജയിക്കുവാൻ സാധിക്കുകയോ നിങ്ങൾക്ക് ചെയ്യും. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതായ ഒന്നാണ്. പങ്കാളിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെയധികം ശുഭകരമായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. പങ്കാളിയോടൊപ്പം കഠിനമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിലൂടെ വിജയങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പങ്കാളിയുടെ പിന്തുണയും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ചുരുക്കം. വിഷമതകൾ മാറുന്നതായ അവസരങ്ങൾ അല്ലെങ്കിൽ ചില വിഷമതകൾക്കുള്ള പരിഹാരങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ചില വിഷമതകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. പ്രതീക്ഷിക്കാതെ തന്നെ കർമ്മരംഗത്ത് പല രീതിയിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ മാറ്റം സംഭവിക്കും എന്ന് തന്നെ പറയാം. കർമ്മരംഗത്ത് ചില നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും എന്ന് തന്നെ പറയാം. പ്രമോഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരാം. സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാണ്. സഹപ്രവർത്തകർ തന്നെയാകണം എന്നില്ല. മറ്റ് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ടും അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തുക. അത് നിങ്ങൾക്ക് ശുഭകരമായ ഫലമേ നൽകൂ. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ചില വിഷമതകൾ നേരിടേണ്ടതായി വരാം. സത്യസന്ധത പുലർത്തുന്നവരാണ് നിങ്ങൾ. അത് തുടരുവാൻ നിങ്ങൾക്ക് സാധിക്കും. തൊഴിൽ ലഭിക്കുവാൻ അനുകൂലമാണ് സമയം. ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയത്തിൽ കലാശിക്കും എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. ആരോഗ്യപരമായ ചില നേട്ടങ്ങൾ, ചില മേന്മകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഭഗവാന്റെ കടാക്ഷത്താൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈശ്വരാധീനം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. ഭഗവാന്റെ കടാക്ഷം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇന്നേ ദിവസം ഏറ്റവും ശുഭകരമായ മന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരും എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ ഇന്നേ ദിവസം ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുകയും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ചെയ്യുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക. ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ് പക്വത. പക്വതയോടെ മുന്നോട്ട് പോകുവാൻ സാധിച്ചാൽ വിജയങ്ങൾ എപ്പോഴും നേടിയെടുക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് പക്വതയോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസ്ഥകൾ അല്ലെങ്കിൽ അവസരങ്ങൾ ഭഗവാനായി തന്നെ നൽകും. പക്വത വർദ്ധിക്കും. സ്വയം നിങ്ങളെ തന്നെ മനസ്സിലാക്കേണ്ടതായ അവസരങ്ങൾ ഉണ്ട്. നിങ്ങൾ ആരാണ്, നിങ്ങളുടെ കഴിവുകൾ, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. മറ്റുള്ളവരുടെ വാക്കുകളാൽ നിങ്ങൾക്ക് പല വിഷമതകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ സ്വയം തിരിച്ചറിയുന്നതിലൂടെ നിങ്ങൾക്ക് അത്തരം വിഷമതകൾ ജീവിതത്തിൽ നിന്നും ഒഴിയും എന്ന് തന്നെ പറയാം. നിങ്ങളുടെ കഴിവുകൾ അത് പ്രകാശിപ്പിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക എന്ന കാര്യവും ചെയ്യുക. മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ ജീവിതത്തിൽ പലപ്പോഴായി നിങ്ങൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും അതിൽ തളരേണ്ടതില്ല എന്ന കാര്യം ഓർക്കുക. അവർ കുറ്റപ്പെടുത്തുന്നതിലൂടെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഭഗവാന്റെ കടാക്ഷം കൂടി നിങ്ങൾക്കുള്ളതിനാൽ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുക തന്നെ ചെയ്യും. പല കാര്യങ്ങളിലും മറ്റുള്ളവർ നിങ്ങളെ തടയുവാൻ ശ്രമിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വിജയം ഇനി കാണില്ല എന്ന കാര്യവും ഓർക്കുക. നിങ്ങൾക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ അത്തരം കാര്യങ്ങൾ പ്രതിരോധിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ ഈശ്വരാധീനം ഇല്ലാത്ത അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. പല ദുരിതപൂർണമായ അവസ്ഥകളും നിങ്ങൾക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്.
എന്നാൽ ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയം തന്നെയാണ് ഇത്. ഈ സമയം നിങ്ങൾ അല്പം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ടു പോയാൽ നേട്ടങ്ങൾ സ്വന്തമാക്കാം. ഭഗവാന്റെ കടാക്ഷം വർദ്ധിപ്പിക്കുക എന്ന കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. നിത്യവും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമാകും എന്ന കാര്യവും ഓർക്കുക. ശാന്തമായി തന്നെ ഏത് പ്രശ്നത്തെയും നിങ്ങൾ നേരിടേണ്ടതാകുന്നു. ഒരിക്കലും അമിതമായ ചിന്തകളോടെ ഒരു കാര്യത്തെയും നിങ്ങൾ നേരിടുവാൻ പാടുള്ളതല്ല. അല്ലെങ്കിൽ ഭയത്തോടെ ഒരു കാര്യത്തെയും സമീപിക്കരുത് എന്ന കാര്യം ഓർക്കുക. അത് നിങ്ങൾക്ക് പരാജയം മാത്രമേ നേടിത്തരൂ എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ആരോപണങ്ങളെ മറികടക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആ കാര്യത്തിൽ തർക്കമില്ല എന്നതാണ് വാസ്തവം. അതിനുള്ള അവസരങ്ങളാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുക. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക എന്ന കാര്യവും ചെയ്യേണ്ടതാകുന്നു. ഒരു ദിശാബോധം നിങ്ങളിലേക്ക് കടന്നു വരും. അത് നിങ്ങൾക്ക് വിജയങ്ങളുടെ അടിത്തറ പാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരം അവസരങ്ങൾ വന്നു ചേരുമ്പോൾ അത് നിങ്ങൾ കൃത്യമായി വിനിയോഗിക്കേണ്ടതാകുന്നു. പലവിധ ചിന്തകളും നിങ്ങളെ പിന്തിരിപ്പിക്കുവാനായി ശ്രമിക്കും. പലരും ശ്രമിച്ചു എന്ന് വരാം. എന്നാൽ നിങ്ങൾക്ക് അത് ഗുണകരമാണ് എന്ന് തോന്നുന്നു എങ്കിൽ അത് ഭഗവാൻ തന്ന അവസരമായി കണക്കാക്കി മുന്നോട്ട് പോകേണ്ടതാകുന്നു. നിങ്ങളെ പലരും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരിഹസിക്കുന്നവരാണ്. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഞെട്ടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അല്ലെങ്കിൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് മുന്നേറുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. അത്തരത്തിലുള്ള ഭാഗ്യങ്ങളും ഭഗവാന്റെ കടാക്ഷത്താൽ വന്ന് ഭവിക്കും എന്ന് തന്നെ പറയാം. നിങ്ങളെ മറ്റുള്ളവർ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവ മറികടന്ന് തിരിച്ച് പറയിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട്. അത് കൃത്യമായി നിങ്ങൾ വിനിയോഗിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും. തൊഴിലിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മന്ദതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ മന്ദത അനുഭവപ്പെടുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വഴിമാറും. നിങ്ങളിൽ വേഗത കൈവരും എന്ന കാര്യവും ഓർക്കുക. ഏത് തീരുമാനമാണ് എന്നിരുന്നാൽ പോലും ആ തീരുമാനം നിങ്ങൾ ശ്രദ്ധിച്ച് എടുക്കേണ്ടതാകുന്നു. എടുത്ത് ചാടരുത് എന്ന് തന്നെയാണ് ഫലമായി പരാമർശിക്കുവാൻ സാധിക്കുക. ചതി, നഷ്ടം, മാനഹാനി എന്നിവയ്ക്ക് സാധ്യത വളരെ കൂടുതലാകുന്നു. എന്നാൽ ചിന്താപൂർവം ഒരു തീരുമാനമെടുത്ത് മുന്നോട്ടു പോയാൽ അത് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി മാറും എന്ന കാര്യവും ഓർക്കുക. ആത്മീയപരമായ കാര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ, താല്പര്യം വർദ്ധിക്കുന്നതായ അവസരങ്ങളും കടന്നുവരും. വിശ്വസിക്കുന്ന ശക്തിയിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുക. ഭഗവാനെയും ഒപ്പം ആരാധിക്കുക. എത്ര ദുരിതത്തിലാണ് നിങ്ങൾ എന്നിരുന്നാൽ പോലും അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയുകയും പുതുവഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും എന്ന് തന്നെ പറയാം. കാരണം ഒരവസരത്തിലും തൻ്റെ ഭക്തരെ കൈവിടാത്ത ദേവത തന്നെയാണ് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ.